സോ ഹായ് ഹോൾ. സോ നമ്മൾ യൂണിറ്റ് 8 ആയ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന യൂണിറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ആകാശവിസ്മയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഷാഡോവിനെ കുറിച്ചും എങ്ങനെ ഷാഡോ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ഷാഡോൻ്റെ നേച്ചർ അഥവാ ഏർത്തിൻ്റെ ഷാഡോൻ്റെ ഫാക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആകാശവിസ്മയങ്ങളിലൊന്നായ ലൂണാർ എക്ലിപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചും ലൂണാർ എക്ലിപ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അഥവാ ഇതെങ്ങനെയാണ് ഒരു ആകാശവിസ്മയമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം ഈ വീഡിയോയിൽ സണ്ണുണ്ട്, എർത്ത് ഉണ്ട്, അതേപോലെ തന്നെ മൂണുണ്ട്. നമുക്കറിയാം സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നു, എർത്തിന് ചുറ്റും നമ്മുടെ മൂൺ റിവോൾവ് ചെയ്യുന്നു. ചില സമയത്ത് ഈ എർത്ത് മൂണിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ വന്ന് നിൽക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. അതായത് ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇടയിൽ എർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്ന് അലൈൻ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ലൈറ്റ്, സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എർത്തിൽ വന്ന് തട്ടുന്നു അല്ലേ. അങ്ങനെ ഒരു ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് അതിൻ്റെ ഷാഡോ, ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അതിൻ്റെ ഷാഡോ ഓപ്പോസിറ്റ് വശത്ത് വന്ന് പതിക്കുന്നു. സോ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു സെലസ്റ്റിയൽ ബോഡീസിന് ഒരു കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ഷാഡോ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്ന്. അപ്പോൾ നമ്മുടെ എർത്ത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കോൺ ഷേപ്ഡ് ആയിട്ടുള്ള ഷാഡോ മൂണിൽ വന്ന് പതിക്കുന്നു. സോ അങ്ങനെ നമ്മുടെ എർത്തിൻ്റെ ഷാഡോ എപ്പോഴാണോ മൂണിൽ വന്ന് പതിക്കുന്നത് ആ സമയത്താണ് ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. അതായത് ലൂണാർ എക്ലിപ്സ് മീൻസ് ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് സംടൈംസ് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് മൂൺ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മൂൺ നമ്മുടെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് ദ എർത്ത് കംസ് ഇൻ ബിറ്റ്വീൻ ദ മൂൺ ആൻഡ് സൺ. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മുടെ എർത്ത് മൂണും സണ്ണും വന്ന് നിൽക്കുന്നു. എർത്ത് സെൻറ്ററിലായിട്ട് വന്ന് അലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ എർത്തിൻ്റെ ഷാഡോ അറ്റ് ദിസ് ടൈം ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മുടെ മൂണ് എർത്തിൻ്റെ ഷാഡോയിലായിരിക്കും, അഥവാ എർത്തിൻ്റെ ഷാഡോ മൂണിൽ വന്ന് പതിക്കുന്നു. ഈ സമയത്താണ് ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. സോ ലൂണാർ എക്ലിപ്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.